ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്ത് വരാനുണ്ട്. ഒരു 45 മിനിറ്റ്സോളം വരാനുണ്ട്. സോ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഹോട്ടലിലെത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റൂം ഇപ്പോഴല്ലേ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഈ ബെഡൊക്കെ നല്ല ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. കുറച്ചുകൂടെ കഴിഞ്ഞത് കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ ഞാനിത് ആദ്യം നിങ്ങളെ ഈ റൂം ഒന്ന് കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു റൂം ടൂറാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പൈസ്ലി പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ്, ശ്രീനഗർ. പ്രോപ്പർ ശ്രീനഗറിലെ കുറച്ച് ദൂരം കൂടുതൽ നമുക്ക് വരാനുണ്ട്. അപ്പോൾ എൻ്റെ റൂം ഞാൻ കാണിച്ചു തരാം. ഡോറ് തുറന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നേരെ വാഷ്റൂമാണ്. ഷാംപൂ, മോയ്സ്ചറൈസർ, സോപ്പ് അങ്ങനെയുള്ള എല്ലാം തന്നിട്ടുണ്ട്. ബാത്ത് ഏരിയ, ക്ലോസറ്റ്. തന്നെ ഇവിടുന്ന് നേരെ ഈ സൈഡിലോട്ടായിട്ട് ഒരു ബീറോ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ ഡ്രസ്സസ് എല്ലാതും ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബീറോസ് തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബീറോ ആണ്. പിന്നെ ഇവിടെ കെറ്റിൽ, കോഫി പൗഡർ, കപ്പ് അങ്ങനെയുള്ളതെല്ലാം അതും തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജാണേ. ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി വാട്ടറെല്ലാം ഭയങ്കര ഹോട്ടായിട്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആവശ്യം നമുക്കില്ല. പിന്നെ ദേ ഇവിടെ അഗെയിൻ ഒരു സ്റ്റോറേജ് ഏരിയ പോലെ തന്നിട്ടുണ്ട്. പിന്നെ അതെ ഒരു മിറർ, പിന്നെ ഒരു TV, പിന്നെ അതെ ബെഡ്. അഗെയിൻ ഞാൻ ഈ റൂമിനകത്ത് ഒറ്റയ്ക്കാണ്. സിംഗിൾ റൂമാണ്, സിംഗിൾ ബെഡാണ്. ദെൻ ഡോറ്, ഈ കർട്ടൻ കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്നുള്ളത് അറിയില്ല. ഓക്കെ, ആക്ച്വലി ഞാൻ ഷെയറിങ് ആയിരുന്നു കേട്ടോ. റൂമിനകത്ത് ഷെയറിങ് ബേസിസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു സിംഗിൾ ജെൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഷെയറിങ് ആയിരുന്നു. പക്ഷേ ആള് ഒരു ഇന്നലെ മോർണിംഗ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറ്റത്തില്ല, ആൾക്കൊരു മുട്ടുവേദന ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിംഗിൾ റൂം എനിക്ക് കിട്ടി. ആൾ വരാത്തതിൽ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും സിംഗിൾ റൂം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളുടേതായൊരു സ്പേസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ. ഒരാളുടെ കൂടെ ഷെയറിങ് ആണെങ്കിൽ, ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ കൂടെ ഷെയറിങ് ആണെങ്കിൽ നമ്മൾ അവരുടെ ടൈമിന് എണീക്കണം, അവരുടെ ടൈമിന് ഉറങ്ങണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതാകുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് എണീക്കാം, നമ്മളുടെ ഇഷ്ടത്തിന് ഉറങ്ങാം, അങ്ങനെയുള്ള. പിന്നെ നമ്മൾ ഫാമിലീനെ ആണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും വേറെ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ക്ലയൻസിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ കൂടെ ഷെയറിങ് ഉള്ളവർക്ക്. ഞാൻ തനിച്ചായപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനിവേ ഞാൻ ആദ്യം കാശ്മീർ പോയപ്പോൾ ഉണ്ടായിരുന്ന പാം സ്പ്രിങ്ങിൻ്റെ അത്രയും വലിപ്പം റൂമിനില്ല. പക്ഷേ അത്യാവശ്യം നല്ല ബെഡും കാര്യങ്ങളാണ്. റൂമിന് വലിപ്പമില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം നാളെ മുതൽ കാശ്മീർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡേ 1. കഴിഞ്ഞ തവണ ഞാൻ വന്ന പോലെയല്ല കേട്ടോ. ഇത്തവണ സ്നോഫാൾ ഉണ്ട്. കഴിഞ്ഞ തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല, അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇത്തവണ സ്നോയിൽ കിടന്ന് നമ്മൾക്ക് മരിക്കാം. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. അപ്പോൾ ഞാൻ കിടന്ന് രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേനും പോകണം. നേരെ സോനമാർഗാണ് പോകുന്നത്. സോനമാർഗിൽ സ്നോ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നാളത്തെ വീഡിയോ നാളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.